Welcome to Bosco Campus Vision. This is Amrita T.S., Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 9th lecture of Management Concepts and Thoughts. In this session, I am dealing with the schools of management thoughts. The schools of management thought are theoretical frameworks for the study of management. Each of the schools of management thought are based on different assumptions about human beings and the organizations for which they work. Since the formal study of management began late in the 19th century, the study of management has progressed through several stages as scholars and practitioners working in different eras focused on what they believed to be important aspects of good management practice. എന്താണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് എന്ന് പറയുന്നത്? ദ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സ് ഫോർ ദി സ്റ്റഡി ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സിൻ്റെ ബേസിസിലായിരിക്കും. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഇത്രയും പ്രോസസ്സുകൾ കഴിയും, ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ചേർന്നതാണ് എന്നൊക്കെയുള്ള തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സ് ഉണ്ടല്ലോ. ആ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സിനെ എല്ലാം കൂടി ചേർത്താണ് നമ്മൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഗവേഷകർ പല രീതിയിൽ ഗവേഷണങ്ങളൊക്കെ നടത്തി പല രീതിയിൽ കണ്ടുപിടുത്തങ്ങളും ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചും ഓർഗനൈസേഷൻസിനെ കുറിച്ചും അവിടുത്തെ പ്രോസസ്സസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് രീതിയിലുള്ള പഠനങ്ങൾ നടത്തി ആ പഠനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ കോൺസെപ്റ്റും തിയറീസും ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ്. അതായത് മാനേജ്മെൻറ്റ് ഫങ്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ നമ്മൾ പഠിക്കുന്ന തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സ്. മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പഠിച്ചാലല്ലേ അറിയാൻ പറ്റൂ. അപ്പം ആ മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്ന് പണ്ടുകാലം മുതലേ കുറേ ആളുകൾ പഠനങ്ങളൊക്കെ നടത്തി ഗവേഷണങ്ങളെല്ലാം നടത്തി കുറേ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പഠിക്കുന്നതാണ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് എന്നറിയപ്പെടുന്നത്. 19th സെഞ്ച്വറിയിലാണ് ആദ്യമായിട്ട് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠനങ്ങൾ നടന്നത്. എന്താണ് 19th സെഞ്ച്വറിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. 19th സെഞ്ച്വറിയിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഉണ്ടായത്. അതായത് മനുഷ്യർ ഹാൻഡ്ലൂംസ്, അതായത് മനുഷ്യർ മെക്കനൈസേഷൻ വന്നത്, ഒരുപാട് യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഒക്കെ ഉണ്ടായത് 19th സെഞ്ച്വറിയിലാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഫലമായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻ, ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷം ആ പറയുന്ന ഫാക്ടറീസ് അല്ലെങ്കിൽ ആ പറയുന്ന ഓർഗനൈസേഷൻസ്, ഇൻഡസ്ട്രീസ് ഒക്കെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായി. അപ്പോഴാണ് എന്ത് ഉത്ഭവിച്ച് വന്നത്? മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള പഠനങ്ങളും തിയറീസും ഒക്കെ ഉത്ഭവിച്ച് വന്നു. അപ്പോൾ ആദ്യമായിട്ട് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി നടന്നത് 19th സെഞ്ച്വറിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള പഠനങ്ങളും ആ സമയത്ത് തന്നെ തുടങ്ങി. നമ്മളിപ്പോൾ പഠിക്കുന്ന മാനേജ്മെൻറ്റ് തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നതല്ല, അല്ലെങ്കിൽ ഒരു കാലഘട്ടം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നതല്ല. പല കാലഘട്ടങ്ങളിലായിട്ട് പല ഗവേഷകർ പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തി മാനേജ്മെൻറ്റ് പ്രാക്ടീസിൽ, അതായത് സ്കോളേഴ്സ് ആയിക്കോട്ടെ, സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ അവരായിക്കോട്ടെ, അല്ലെങ്കിൽ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, പ്രാക്ടീഷണേഴ്സ്, ഇവരെല്ലാവരും അവർക്ക് മാനേജ്മെൻറ്റ് പ്രാക്ടീസിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ തിയറീസായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ആ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Schools of management thought can be classified into 6 categories: the classical school, the human relations school, the decision theory school, the management science school, the systems theory school, the contingency theory school. We can go to the first and most important school of management thought, that is the classical school. Classical school is the oldest school of management thought. The 20th century witnessed tremendous management theory ferment and activity. Efforts were taking place for the development of a comprehensive management theory.
ഞാൻ നിങ്ങളോട് പറഞ്ഞു 19th സെഞ്ച്വറിയിലാണ് ഈ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ തുടങ്ങിയത്. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട്. 20th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും ഒരുപാട് ഗവേഷകർ ഒരുപാട് മാനേജ്മെൻറ്റ് തിയറീസൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു. ഒരു മാനേജ്മെൻറ്റ് തിയറി ഫ്രെയിംവർക്ക്, അതായത് ഒരു കോംപ്രിഹെൻസീവ് മാനേജ്മെൻറ്റ് തിയറി ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് എഫേർട്സ് ഒക്കെ നടന്നു 20th സെഞ്ച്വറിയിൽ. പക്ഷേ ശരിക്കും ഒരു കോംപ്രിഹെൻസീവ് മാനേജ്മെൻറ്റ് തിയറിയൊക്കെ ഇപ്പോഴും ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടില്ല. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. അതായത് ഓരോ രീതിയിലായിരിക്കും, അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാനേജേഴ്സ് പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ്. അതായത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. അതൊരിക്കലും നമുക്കൊരു തിയറിക്കുള്ളിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം 20th സെഞ്ച്വറിയിലൊക്കെ ഒരു കോംപ്രിഹെൻസീവ് മാനേജ്മെൻറ്റ് തിയറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരുപാട് എഫേർട്സ് ഒക്കെ നടന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് നിലവിൽ വന്നത്. അപ്പോൾ അത് ആരുടെയൊക്കെ തിയറീസ് ആണെന്ന് നമ്മളിനി അങ്ങോട്ട് പഠിക്കും. ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും 3 തിയറീസ് ഒരു കോംപ്രിഹെൻസീവാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്നറിയപ്പെടുന്നത്. അത് ഒന്നാമത്തത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, രണ്ടാമത്തത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്, മൂന്നാമത്തത് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രൊപ്പോസ് ചെയ്ത ആരാണെന്ന് നമുക്കറിയാം, FW ടൈലർ. ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം കാണത്തില്ല, അത് മാക്സ് വെബറാണ്. മൂന്നാമത്തത് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് ഒക്കെ പ്രൊപ്പോസ് ചെയ്തത് ഹെൻറി ഫയളാണ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും തിയറീസ് ചേരുമ്പോഴാണ് നമ്മൾ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ക്ലാസിക്കൽ തിയറീസ് എല്ലാം തന്നെ, അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അതായത് FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഹെൻറി ഫയളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഫോക്കസ് ചെയ്തത് ഒരൊറ്റ കാര്യത്തിലാണ്: ഓർഗനൈസേഷണൽ എഫിഷ്യൻസി ആൻഡ് വർക്കേഴ്സ് എഫിഷ്യൻസി. ഓർഗനൈസേഷൻ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്ത് കൊണ്ടുപോകാം, വർക്കേഴ്സിനെ കൊണ്ട് എങ്ങനെ ക്ലിയർ കട്ടായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാം, അവരുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും എങ്ങനെ കൂട്ടാം എന്നായിരുന്നു ക്ലാസിക്കൽ തിയറീസ് എല്ലാം തന്നെ ഫോക്കസ് ചെയ്തത്. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലാസിക്കൽ തിയറീസ്. ഫസ്റ്റ് വൺ, the classical management structure is a clear organizational hierarchy with 3 distinct management levels. Each management group has its own objectives and responsibilities. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറീസ് എല്ലാം തന്നെ ഓർഗനൈസേഷനെ 3 ഡിസ്റ്റിങ്ക്റ്റ് ഹൈറാർക്കി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഏറ്റവും മുകളിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, രണ്ടാമതായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, മൂന്നാമതായിട്ട് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജേഴ്സിനായിരിക്കും സ്ട്രാറ്റജി ആൻഡ് പോളിസി മേക്കിംഗ്, അതായത് ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാനുള്ള ഉത്തരവാദിത്തം. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനായിരിക്കും ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻ, അതായത് എംപ്ലോയീസും മാനേജേഴ്സും ആയിട്ടൊക്കെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം. ലോവർ ലെവൽ മാനേജേഴ്സിനായിരിക്കും ഓപ്പറേഷണൽ എക്സിക്യൂഷൻ, അതായത് ഈ പറയുന്ന തീരുമാനങ്ങൾ, മേലിലുള്ള ആളുകളൊക്കെ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ, ഓപ്പറേറ്റ് ചെയ്യണമല്ലോ, എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണമല്ലോ, അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ലോവർ ലെവൽ മാനേജേഴ്സിനായിരിക്കും. അപ്പോൾ ഈ ക്ലാസിക്കൽ സ്കൂളിലുള്ള എല്ലാ തിയറീസും ഈ പറയുന്ന ഓർഗനൈസേഷനെ ഇങ്ങനെ 3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഓരോ ലെവലിലുള്ള മാനേജേഴ്സിനും അവരുടേതായ ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്, അതായത് ക്ലാസിക്കൽ തിയറിയുടെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്: ഓർഗനൈസേഷനെ 3 ഡിസ്റ്റിങ്ക്റ്റ് ഹൈറാർക്കി ഓഫ് മാനേജ്മെൻറ്റ് ലെവലായിട്ട് തിരിച്ചു. അത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഓരോ ലെവൽ ഓഫ് മാനേജേഴ്സിനും എന്തുണ്ട്? അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സെക്കൻഡ് വൺ ഇസ് ഡിവിഷൻ ഓഫ് ലേബർ. Projects are broken down into smaller tasks that are easy to complete. Employees' responsibilities and expectations are clearly defined. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഓർഗനൈസേഷനിൽ വലിയ വലിയ ടാസ്കുകളെല്ലാം തന്നെ
ചെറിയ ചെറിയ പീസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ എന്താണ്, ഓരോ എംപ്ലോയീസിനും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത്, അതായത് ഈസി ആയിരിക്കും, കംപ്ലീറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഡിവിഷൻ ഓഫ് ലേബർ, ഈ ക്ലാസിക്കൽ തിയറീസിൻ്റെ എല്ലാം ഒരു പ്രത്യേകതയായിരുന്നു ഡിവിഷൻ ഓഫ് ലേബർ. അതായത് വലിയ വലിയ ജോലികൾ എന്ത് ചെയ്തു, പീസസ് ആയിട്ട് തിരിച്ചു, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി എംപ്ലോയീസിന് കൊടുത്തു. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്കത് കംപ്ലീറ്റ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഓരോ ആളുകളും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഇന്നതാണ് എന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഏതിലാണ്, ക്ലാസിക്കൽ തിയറീസിലെല്ലാം തന്നെ. Third one is the autocratic leadership approach is the central part and advantage of classical management theory. It states that an organization should have a single leader to make decisions, to organize and direct the employees. ക്ലാസിക്കൽ തിയറീസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ തിയറീസ് എല്ലാം തന്നെ പറയുന്നത് ഒരു ഓർഗനൈസേഷന് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് അപ്രോച്ച് ഫോളോ ചെയ്യണം. എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? അതായത് ഒരു കംപ്ലീറ്റ് പവർ, അതായത് അധികാരം മുഴുവൻ ഒരു സിംഗിൾ പേഴ്സൻ്റെ കയ്യിലാണ്. അദ്ദേഹമായിരിക്കും ആ ഓർഗനൈസേഷൻ എങ്ങനെ മുന്നോട്ട് പോകണം, ആരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല, അത് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. ഒരാൾ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ഓർഗനൈസേഷന് ചെയ്യണമെന്ന് ക്ലിയർ കട്ടായിട്ട് ഡിസൈഡ് ചെയ്ത് എംപ്ലോയീസിന് അത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ ടൈം ഫ്രെയിം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ച്, ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ഡിസിഷൻസ് എടുത്ത് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സമയത്തിനുള്ളിൽ വെച്ച് ഒരു ജോലിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലാസിക്കൽ തിയറിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് അപ്രോച്ച് എൻകറേജ് ചെയ്യുന്നുണ്ട്, അതായത് സെൻട്രലൈസേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ ലീഡറിൻ്റെ കയ്യിലായിരിക്കും പവർ, അദ്ദേഹത്തിനായിരിക്കും എല്ലാം തീരുമാനിക്കാനുള്ള അധികാരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകും. ക്ലാസിക്കൽ തിയറീസിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്നുകൂടെ നോക്കാം. ക്ലാസിക്കൽ തിയറീസിലെല്ലാം തന്നെ ഓർഗനൈസേഷനെ 3 ഡിസ്റ്റിങ്ക്റ്റ് മാനേജ്മെൻറ്റ് ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഓരോ ലെവൽ ഓഫ് മാനേജേഴ്സിനും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. രണ്ടാമത് ഡിവിഷൻ ഓഫ് ലേബർ, വലിയ ടാസ്കുകളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റി, ചെറിയ ചെറിയ ടാസ്കുകളാക്കി എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ്. Next is limitations of classical theories. First one is they view organization as a machine subject to certain immutable laws. അതായത് ക്ലാസിക്കൽ തിയറീസ് എല്ലാം തന്നെ ഓർഗനൈസേഷൻ ഒരു മെഷീനായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവിടെ ഹ്യൂമൻ ബീയിങ്സ് ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് മറ്റു രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ക്ലാസിക്കൽ തിയറിസ്റ്റ് ആരും കൺസിഡർ ചെയ്തിട്ടില്ല. ഒരു ഓർഗനൈസേഷനെ മെഷീനായിട്ട് മാത്രമാണ് ക്ലാസിക്കൽ തിയറീസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ച് അവർ മുൻകൂടി തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇമ്മ്യൂട്ടബിൾ ലോസ് ഉണ്ട്. അതനുസരിച്ച് എംപ്ലോയീസ് എന്ത് ചെയ്ത് പൊയ്ക്കോണം, വർക്ക് ചെയ്ത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്ത് പൊക്കോണം. ഹ്യൂമൻ കൺസിഡറേഷന് ഒന്നും തന്നെ ഇമ്പോർട്ടൻസ് ആര് കൊടുത്തിട്ടില്ല, ക്ലാസിക്കൽ തിയറിസ്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല. Second one is they assume that employees can be motivated by financial incentives alone and ignore their social and psychological needs. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എംപ്ലോയീസ് മോട്ടിവേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിലൂടെ മാത്രമാണെന്നാണ് ക്ലാസിക്കൽ തിയറിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന തിയറി. അതായത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, പൈസ കൊടുത്താൽ മാത്രം, അതായത് പൈസ കൂട്ടി കൊടുത്താൽ മാത്രമേ എംപ്ലോയീസ് എന്ത് ചെയ്യത്തുള്ളൂ, മോട്ടിവേറ്റഡ് ആകത്തുള്ളൂ, എങ്കിൽ മാത്രമേ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ക്ലാസിക്കൽ തിയറീസിലെല്ലാം തന്നെ. അവരുടെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ തിയറീസ് ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. Third one is they are based on the assumption that productivity is the only criterion of efficiency. അതായത് ക്ലാസിക്കൽ തിയറിസ്റ്റുകളെല്ലാം എംപ്ലോയീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് എഫിഷ്യൻ്റ് ആണോ ഇല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റി. അവർ പ്രൊഡക്ടിവിറ്റി കൂടുതലുണ്ടെങ്കിൽ അവർ എഫിഷ്യൻ്റ് ആണ്, പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിൽ അവർ എഫിഷ്യൻ്റ് അല്ല. മറ്റു രീതിയിലുള്ള ഒരു കഴിവുകളും എംപ്ലോയീസിൻ്റെ മറ്റു രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു കഴിവുകളും ഈ ക്ലാസിക്കൽ തിയറിസ്റ്റ് അംഗീകരിച്ചിട്ടില്ല. അവർ എഫിഷ്യൻ്റ് ആണോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ, എന്താണ്, പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള എംപ്ലോയീസ് എല്ലാം എഫിഷ്യൻ്റ് ആണ്, പ്രൊഡക്ടിവിറ്റി കുറവുള്ള എംപ്ലോയീസ് എഫിഷ്യൻ്റ് അല്ല.
ഓവറോൾ അപ്രോച്ച് ഇസ് മെക്കനിസ്റ്റിക്. അതായത് ക്ലാസിക്കൽ തിയറീസ് എല്ലാം തന്നെ ഹ്യൂമൻ ബീയിങ്സിന് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. എല്ലാം മെക്കനിസ്റ്റിക് അപ്രോച്ചിനാണ്. അതായത് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച പോലെ മെക്കനിസ്റ്റിക് ആയിട്ട് നടന്നു പോകണം. മറ്റു രീതിയിലുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സിനൊന്നും തന്നെ ക്ലാസിക്കൽ തിയറീസ് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അപ്പോൾ ലിമിറ്റേഷൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓർഗനൈസേഷനെ ഒരു മെഷീനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തത് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുന്നത് എപ്പോൾ മാത്രമേ ഉള്ളെന്നാണ് ക്ലാസിക്കൽ തിയറീസ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. അവരുടെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഒന്നും തന്നെ ക്ലാസിക്കൽ തിയറീസ് കൺസിഡർ ചെയ്യുന്നില്ല. മൂന്നാമത്തതായിട്ട് പ്രൊഡക്ടിവിറ്റിയാണ് എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് ക്ലാസിക്കൽ തിയറിസ്റ്റ് പറയുന്നത്. നാലാമത്തത് ദ ഓവറോൾ അപ്രോച്ച് ഇസ് മെക്കനിസ്റ്റിക്. അതായത് കംപ്ലീറ്റ്ലി ഒരു മെക്കനിസ്റ്റിക് അപ്രോച്ചാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിനോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്ററി കൺസിഡറേഷനോ ഒന്നും തന്നെ ക്ലാസിക്കൽ തിയറിസ്റ്റ് കൊടുക്കുന്നില്ല. Classical management theory concentrates on efficiency and has 3 distinct branches. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസിക്കൽ തിയറീസ്, അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ബ്യൂറോക്രാറ്റിക് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ തിയറീസും എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്? ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിക്കാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് 3 ബ്രാഞ്ചസ് ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? നമ്പർ 1 ഇസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, second one is bureaucratic management, and third one is management process school or administrative management or operational management. Classical theories നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഡെവലപ്ഡ് ബൈ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, നോൺ ആസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് bureaucratic management, ഡെവലപ്ഡ് ബൈ മാക്സ് വെബർ. Max Weber propounded the bureaucratic theory of organization and management. Third one is management process school or administrative management, developed by Henry Fayol. Okay students, this is all for this session. Thank you for watching. Stay safe at home.